2025 ഫെബ്രുവരിയിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ്. ഫെബ്രുവരി 1 കൽപ്പന ചൗള ചരമദിനമായി ആചരിക്കുന്നു. BCCI ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്ക്. 2023-24 വർഷത്തെ മികച്ച അന്താരാഷ്ട്ര താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചവർ ജസ്പ്രീത് ബുംറ, സ്മൃതി മന്ദാന എന്നിവർ. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 8 തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 2025 നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഏറ്റവും ചെറിയ ബഡ്ജറ്റായിരുന്നു. 1 മണിക്കൂർ 14 മിനിറ്റ് അഥവാ 74 മിനിറ്റിനുള്ളിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. മധ്യവർഗത്തിന്റെ ശക്തി കൂട്ടുന്ന ബജറ്റായിരുന്നു ഇത്. സാധാരണക്കാർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും പരിഗണന നൽകുന്ന ബജറ്റ്. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് ആരംഭിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അങ്ങാടി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ദുബായ് വിമാനത്താവളം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു. 2025 പ്രമേയം നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ചത് ചെറുവയൽ രാമനാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നവീൻ ചൗള. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ സൂപ്പർ ആപ്പ് ആണ് സ്വാറെയിൽ. കോസ്റ്റ് ഗാർഡ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കടലിൽ ഒരു ദിനം പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയത് രാജേന്ദ്ര അർലേക്കർ. പരിശോധനകളിലൂടെ കൈക്കൂലിക്കാരെ പിടിക്കുവാനുള്ള വിജിലൻസിന്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഫെബ്രുവരി 3 അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ത്യ. ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുവാനുള്ള കുടുംബശ്രീയുടെ ഇ-കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട്. പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരമായി ബയോഡിഗ്രേഡബിൾ ബോട്ടിലുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുവാൻ ഒരുങ്ങുന്നത് ഹില്ലി അക്വ. രാജ്യത്ത് സ്വതന്ത്രവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്ന് ഉറപ്പാക്കുവാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തുന്ന വീഴ്ചകൾ കണ്ടെത്തുവാനുമായി കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഈഗിൾ. 2025 ടാറ്റ സ്റ്റീൽ ചെസ് വിജയിയാണ് പ്രജ്ഞാനന്ദ. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. 2025 തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. 2024 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അമേരിക്കയെ ബഹിഷ്കരിക്കുവാനൊരുങ്ങുന്ന രാജ്യമാണ് കാനഡ. ഇന്ത്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് മേജർ ജനറൽ PD ഷീന. സ്ത്രീ സുരക്ഷയും ശാക്തീകരണത്തിനുമുള്ള ഇടപെടലുകൾ ശക്തിപ്പെടുത്തുവാനായി ലക്ഷ്യമിട്ടിട്ടുള്ള വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് മിഷൻ ശക്തി. 2025 ജനുവരിയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മലേറിയ വിമുക്തമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യമാണ് ജോർജിയ. 2025 സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായത് അഹമ്മദ് അൽ ഷറ. ഫെബ്രുവരി 5 കുംഭമേളയിൽ പങ്കെടുക്കുവാനായി എത്തിയ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നോംഗിൽ വാങ്ചുക്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിൽ ഗാർഹിക വൈദ്യുതി നിരക്കിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. യൂണിറ്റിന് 1.50 രൂപയാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് തെലങ്കാന. UN ബജറ്റ് വിഹിതമായി ഇന്ത്യ നൽകുന്നത് 328 കോടി രൂപ. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി നീന്തലിൽ ട്രിപ്പിൾ സ്വർണം കരസ്ഥമാക്കിയത് ഹർഷിത ജയറാം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഇമേജ്, പാലക്കാട്. മൃതശരീരങ്ങളിൽ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നതിനെ പറയുന്ന പേരാണ് നെക്രോഫീലിയ. യംഡിത്തം എന്ന ബുക്ക് എഴുതിയത് സുഭാഷ് ചന്ദ്രൻ. ഫെബ്രുവരി 6 UN മനുഷ്യാവകാശ കൗൺസിൽ UNHRCയിൽ നിന്നും പിന്മാറുന്ന രാജ്യമാണ് അമേരിക്ക.
കേരള ആരോഗ്യ മേഖലയ്ക്ക് 2024 കോടി രൂപയുടെ വായ്പാ പദ്ധതി നൽകുന്നത് വേൾഡ് ബാങ്ക്. ലോകത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി UN മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര വേദിയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് (IBCA). T20 റാങ്കിങ്ങിൽ 38 സ്ഥാനങ്ങൾ ചാടിക്കടന്ന് ലോക രണ്ടാമൻ ആയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അഭിഷേക് ശർമ്മ. സോഴ്സസ് കോട്ട് മൈ ബിഗിനിങ്സ് എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത് ബിൽ ഗേറ്റ്സ്. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്തയായ തെന്നിന്ത്യൻ നടിയാണ് പുഷ്പലത. 2025 ഫെബ്രുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച 2 തവണ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനായ മുൻ ലോക 1-ാം നമ്പർ ടെന്നീസ് താരമാണ് സിമോണ ഹാലെപ്പ്. റുമേനിയക്കാരനാണ്. ഫെബ്രുവരി 7 അനധികൃത കുടിയേറ്റം ആരോപിച്ചുകൊണ്ട് വിലങ്ങും ചങ്ങലയും അണിയിച്ച് 104 ഇന്ത്യക്കാരെ തിരിച്ചയച്ച രാജ്യമാണ് അമേരിക്ക. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള മൂലധന നിക്ഷേപണത്തിന്റെ ഭാഗമായി കേരളത്തിന് കേന്ദ്രത്തിന്റെ പ്രോത്സാഹനത്തുകയായി 124.25 കോടി രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് തദ്ദേശ വകുപ്പിന് കീഴിലുള്ള അമൃത മിഷൻ. പദവിയിൽ നിന്ന് നീക്കിയ റഷ്യൻ സ്പേസ് ഏജൻസി റോസ്കോമോസിന്റെ തലവനാണ് യൂറി ബോറിസോവ്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനായ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നതിന്റെ ഗുഡ്വിൽ അംബാസഡറാണ് മഞ്ജു വാര്യർ. 2025 ഫെബ്രുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് മാർസലോ. സംസ്ഥാനത്തെ എല്ലാ ആംബുലൻസുകളെയും ആശുപത്രികളെയും പോലീസിനെയും ഉൾപ്പെടുത്തിയ അടിയന്തര സഹായത്തിനായി മൊബൈൽ ആപ്പ് വരുന്ന പദ്ധതി വിഭാവനം ചെയ്തത് മോട്ടോർ വാഹന വകുപ്പ്. RBIയുടെ പുതുക്കിയ റിപ്പോ റേറ്റാണ് 6.25%. അടുത്തിടെ ബഹിരാകാശത്ത് കൃത്രിമ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജനും റോക്കറ്റ് ഇന്ധനവും ഉൽപ്പാദിപ്പിച്ചുള്ള പരീക്ഷണം പൂർത്തിയാക്കിയത് ചൈന. ഫെബ്രുവരി 8 കേരളം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2023-24 വർഷത്തിൽ കൈവരിച്ച വളർച്ചാ ശതമാനമാണ് 6.5%. MTയുടെ സ്മാരകം നിലവിൽ വരുന്നത് തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ. രാജ്യാന്തര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഉത്തരവിൽ ഒപ്പുവെച്ചത് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് മുൻ ISRO ചെയർമാനായ S സോമനാഥിന്. സ്വാതി സംഘടനയുടെ അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന K ജയകുമാർ. സംസ്ഥാനത്തെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിൽ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലഡ് ബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കാണ്. BPL വിഭാഗത്തിലെ 60 വയസ്സിന് മുകളിലുള്ള പ്രമേഹ ബാധിതർക്ക് ലാബിൽ പോകാതെ വീട്ടിലിരുന്ന് രോഗാവസ്ഥ പരിശോധിക്കുവാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോമധുരം. ഫെബ്രുവരി 9 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 80. ഇന്ത്യയിലെ 7 നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന കിങ് ഓഫ് ദ റോഡ് ദ ഇന്ത്യ ടൂർ പരിപാടിയുടെ ഭാഗമായി തലസ്ഥാനം സന്ദർശിക്കുന്ന വിഖ്യാത ജർമ്മൻ ചലച്ചിത്രകാരനാണ് വിം വെൻഡേഴ്സ്. രാജ്യത്ത് ഏറ്റവും കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദിയാണ് തൃശൂർ. ഈ വർഷത്തെ തീമെന്ന് പറയുന്നത് ഹരിത ഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇൻ്റർഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് തിരുനെൽവേലിയിൽ, തമിഴ്നാട്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഫെബ്രുവരി 10 ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യക്ക് വേദിയാകുന്നത് ബംഗളൂരു. 2 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന എയ്റോ ഇന്ത്യയുടെ 15ാമത് എഡിഷന്റെ പ്രമേയമാണ് 1 ബില്യൺ അവസരങ്ങളിലേക്കുള്ള റൺവേ. മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് സന്ധ്യ മേരിയുടെ മരിയ ജസ്റ്റ് മരിയ. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ നമീബിയയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സാം നുജോമ. അപൂർവ രക്തഗ്രൂപ്പ് ദാനം ചെയ്യുവാൻ സന്നദ്ധരായവരുടെ രജിസ്ട്രി പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം.
VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹയായത് നിലമ്പൂർ ആയിഷ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്നത് ഹൃദയാഘാതം. 2ാം സ്ഥാനത്ത് ആസ്മ. 3ാം സ്ഥാനത്ത് ക്യാൻസർ. ഇന്ത്യയിലെ 7 നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന കിങ് ഓഫ് ദ റോഡ് ദ ഇന്ത്യ ടൂർ ഭാഗമായി തലസ്ഥാനം സന്ദർശിക്കുന്ന ജർമ്മൻ ചലച്ചിത്രകാരനാണ് വിം വെൻഡേഴ്സ്. മരണാനന്തര അവയവദാനത്തിന് സമഗ്ര മാർഗനിർദ്ദേശം തയ്യാറാക്കിയ ഏക സംസ്ഥാനമാണ് കേരളം. ഫെബ്രുവരി 11 നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിലെ ആദ്യ ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നരേന്ദ്രമോദി. ലോകത്ത് ഉയർന്ന തുകയ്ക്ക് 40 കോടി രൂപയ്ക്ക് വിറ്റ പശുവാണ് വിയറ്റിന. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ 100 ഏക്കറിൽ അധികം വിസ്തൃതിയുള്ള തരിശായി കിടന്ന ചൂടിയൻ മല താഴ്വരയെ കാടാക്കി മാറ്റിയ പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് ഷൈനി വിൽസൺ. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത് പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനി. ഫെബ്രുവരി 11 ഏഷ്യയിലെ ആദ്യത്തെ കമാൻ അണക്കെട്ടായ ഇടുക്കി അണക്കെട്ടിന് 49 വയസ്സ് പൂർത്തിയായി. ഫെബ്രുവരി 12 ഫോർബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് അമേരിക്ക. 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം റഷ്യ, ഇന്ത്യയുടെ സ്ഥാനം 12. ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിന്റെ ആനുപാതവും വ്യക്തമാക്കാതെയുള്ള തൊഴിൽ വിജ്ഞാപനം നിയമവിരുദ്ധം എന്ന് വിധിച്ചത് സുപ്രീം കോടതി. 5ാം തലമുറ ഫൈറ്റർ വിമാനമായ Su-57 നിർമ്മാണത്തിൽ പങ്കാളികളാവാനും ഇന്ത്യയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചതുമായ രാജ്യമാണ് റഷ്യ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടിബാരൽ പിനാക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഫ്രാൻസ്. പൗരത്വത്തിന് അപേക്ഷിക്കുവാനായി തുടർച്ചയായി ഒമാനിൽ താമസിക്കേണ്ടത് 15 വർഷമാണ്. അടുത്ത AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലെ സ്ത്രീകളിൽ നിന്നും തെരഞ്ഞെടുത്ത രാജ്യത്തെ ആദ്യത്തെ ഗേൾ സ്ക്യൂബ സംഘമാണ് ഗാനറ്റ്സ്. അതിഥി തൊഴിലാളികളുടെ സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ അഗ്നിരക്ഷാസേന ഉണ്ടാക്കിയ പദ്ധതിയാണ് മിലാപ്പ്, മൈഗ്രന്റ് ലേബർ അവയർനെസ് പ്രോഗ്രാം. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം, ദേശീയ വനിതാ ദിനം എന്നിങ്ങനെയായി ആചരിക്കുന്നു. മദ്രാസ് IITയിൽ രൂപം കൊണ്ട രാജ്യത്തെ ആദ്യ 3D പ്രിന്റിംഗ് വില്ലയാണ് ത്വസ്ത. US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗത്വം ലഭിച്ച മലയാളിയാണ് ISROയുടെ മുൻ ചെയർമാനായ ഡോക്ടർ S. സോമനാഥ്. തമിഴ്നാട്ടിൽ നിന്ന് DMK ക്വാട്ടയിൽ രാജ്യസഭയിലേക്ക് എത്തുന്ന മക്കൾ നീതി മയ്യം അധ്യക്ഷനും നടനുമായ വ്യക്തിയാണ് കമൽഹാസൻ. അടുത്തിടെ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോയിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തിയത് നിഷ യാദവ്. ഫെബ്രുവരി 14 പുൽവാമ ദിനം. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF ജവാന്മാർക്ക് നേരെ ഉണ്ടായ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ഭീകരാക്രമണത്തിന്റെ അനുസ്മരണ ദിനമാണ് പുൽവാമ ദിനം. 40ഓളം ഇന്ത്യൻ സൈനികർ മരിച്ചെങ്കിലും തിരിച്ചടിയായി 12ാമത്തെ ദിവസം പാകിസ്ഥാന്റെ ബാലക്കോട്ടിലെ ഭീകര പരിശീലന കേന്ദ്രം ഇന്ത്യൻ സൈന്യം തകർക്കുകയും ചെയ്തു. 2025 ഫെബ്രുവരിയിൽ നിയമസഭ മരവിപ്പിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത മെഡിക്കൽ ബയോകെമിസ്ട്രി ശാസ്ത്രജ്ഞനും 1985 നോബൽ സമ്മാന ജൂറി അംഗവുമായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. ഇലോൺ മസ്ക് പുറത്തിറക്കുന്ന ഇതുവരെ ഇറങ്ങിയ ഏതൊരു നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടിനേക്കാളും മികച്ചതായിരിക്കുമെന്ന് അവകാശപ്പെടുന്ന സംരംഭമാണ് ഗ്രോക്ക് 3. യുനെസ്കോയും വർക്കി ഫൗണ്ടേഷനും ചേർന്ന് നൽകുന്ന ജെംസ് എഡ്യൂക്കേഷന്റെ ഗ്ലോബൽ ടീച്ചർ പ്രൈസിന് അർഹനായത് സൗദി അധ്യാപകനായ മൻസൂർ അൽ മൻസൂർ. ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിച്ച ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 14. സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930.
ഫ്രാൻസിലെ സന്ദർശന വേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമാനുവൽ മക്രോണിന് മോദി നൽകിയ സമ്മാനമാണ് ഛത്തീസ്ഗഡിന്റെ കരകൗശല പ്രകടമാക്കുന്ന ഡോക്ര കലാരൂപം. ഓപ്പറേഷൻ സൗന്ദര്യ, വ്യാജ സൗന്ദര്യ വസ്തുക്കൾ വിപണിയിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പദ്ധതി. രാജസ്ഥാനിൽ ആരംഭിച്ച ഇന്ത്യ ഈജിപ്ത് സൈനിക അഭ്യാസമാണ് സൈക്ലോൺ. ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ തയ്യാറാക്കിയ 2024 അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടിക കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 96. ഇതിൽ ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് ഡെൻമാർക്ക്. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത സാമൂഹിക പ്രവർത്തകയാണ് വിമല ബഹുഗുണ. കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോൾ $500 ബില്യൺ ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും കൂടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിഷൻ 500. അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടറാണ് തുൾസി ഗബ്ബാർഡ്. ഫെബ്രുവരി 16. 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സമുദ്രാന്തർ കേബിൾ ശൃംഖലയൊരുക്കുന്ന മെറ്റയുടെ പദ്ധതിയാണ് പ്രൊജക്ട് വാട്ടർ വർത്ത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജയശ്രീ. വത്തിക്കാൻ നഗരഭരണത്തിന് ആദ്യമായി ചുമതലയേറ്റ വനിതയാണ് സിസ്റ്റർ റഫേല പെട്രീന. പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രൻ. 2 വർഷത്തിനിടെ പുരപ്പുറ സോളാറിൽ രാജ്യത്ത് ഏറ്റവും മുന്നിലെത്തുന്ന സംസ്ഥാനമാണ് കേരളം. 99.97% വളർച്ച നേടി. 2-ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 3-ാം സ്ഥാനത്ത് ഗുജറാത്ത്. ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ സമ്മർദ്ദം ലഘൂകരിക്കുവാനായി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ടോൾ ഫ്രീ സഹായ കേന്ദ്രമാണ് വി ഹെൽപ്പ് ടോൾ ഫ്രീ സഹായ കേന്ദ്രം. 7 AM മുതൽ 7 PM വരെയാണ് പ്രവർത്തന സമയം. ടോൾ ഫ്രീ നമ്പർ 1800-425-2844 എന്നതാണ്. ക്യാൻസർ പ്രതിരോധവും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ജനകീയ അർബുദ പ്രതിരോധ ക്യാമ്പയിനാണ് ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാരം നേടിയത് നേമം പുഷ്പരാജ്. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ച അഭ്യാസ പ്രകടനമാണ് കടലിൽ ഒരു ദിനം. ഫെബ്രുവരി 17. ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളമാണ് കതിരവൻ. ഡീപ് സീക്ക് വിലക്കിയ ഏഷ്യൻ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് റിയോ ഡി ജനീറോ, ബ്രസീലിൽ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ. അദ്ദേഹം 26-ാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത തെലുങ്ക് നടിയും നിർമ്മിതാവും പിന്നണി ഗായികയുമായിരുന്ന വ്യക്തിയാണ് ചിത്തജല്ലു കൃഷ്ണവേണി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഫെബ്രുവരി 18. സ്കൂളുകളിലെ അക്കാദമിക മികവും ഗുണനിലവാരവും ഇനിയും ഉയർത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. 2023-24 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കൊല്ലമാണ്. 2-ാം സ്ഥാനത്ത് തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ്. 2-ാം സ്ഥാനത്ത് തൃശൂർ ജില്ലയിലെ കൊടകര. 3-ാം സ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ. 2-ാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ. 3-ാം സ്ഥാനത്ത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ. മികച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം. മികച്ച നഗരസഭ ഗുരുവായൂരാണ്. മികച്ച 2-ാമത്തെ നഗരസഭ വടക്കാഞ്ചേരി. 3-ാമത്തേത് ആന്തൂർ. ഫെബ്രുവരി 19. ദില്ലിയിൽ വീണ്ടും വനിതാ മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. രേഖ ഗുപ്തയാണ് പുതിയ ദില്ലിയിലെ മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മ. ദില്ലിയിൽ മുഖ്യമന്ത്രി ആയിട്ടുള്ള വനിതകളാണ് സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി എന്നിവർ. ഇവർക്ക് ശേഷമാണ് രേഖ ഗുപ്ത ദില്ലിയുടെ വനിതാ മുഖ്യമന്ത്രിയായി മാറുന്നത്. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. തമിഴ്നാട് പ്രിൻസിപ്പൽ അക്കൗണ്ട് ജനറലായി നിയമിതനായ മലയാളിയാണ് അനീൻ ചെറിയാൻ.
തിരഞ്ഞെടുപ്പ് നടപടികളിൽ വോട്ടർമാർക്ക് അവിശ്വാസമുണ്ടാക്കുവാൻ കോടതി നടപടികളും കാരണമാകുന്നു എന്ന് അഭിപ്രായപ്പെട്ട മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയ ഖത്തർ അമീർ ആണ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി. കടലിലെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ അയക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് മത്സ്യ 6000. ഫെബ്രുവരി 20. നീതി ആയോഗ് റിപ്പോർട്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ബംഗളൂരിൽ മഹാദേവപുര തുറന്ന ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസാണ് അനന്ത. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് വേദിയാകുന്നത് കൊച്ചി. ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പാണ് ആക്രി ആപ്പ്. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ മുൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് താരമാണ് ആർ രഘുനാഥ്. ഭൂരേഖ മാനേജ്മെന്റ് സുതാര്യവും പ്രാപ്യവും സൗകര്യപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ ഒരു ഡിജിറ്റൽ സംരംഭമാണ് എൻ്റെ ഭൂമി പോർട്ടൽ. ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങുന്ന ഇലോൺ മസ്കിന്റെ വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയാണ് ടെസ്ല. ആയുഷ്മാൻ വയോവന്ധ്യൻ. 70 പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുവാനുള്ള കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതി. നക്ഷ പദ്ധതി. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുവാനുള്ള പദ്ധതി. ഫെബ്രുവരി 21. ദൂരദർശന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാട്. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നു. 72ാം ലോകസുന്ദരി മത്സരത്തിന് വേദിയാകുന്നത് ഹൈദരാബാദ്. PSC ആസ്ഥാന ഓഫീസിൽ മ്യൂസിയം സജ്ജീകരിക്കുന്ന തുളസി ഹിൽസ് ബംഗ്ലാവ് എന്ന പൈതൃക മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയൻ. ഇന്ത്യയടക്കം 45 രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള വിസ സേവനം പുനരാരംഭിച്ചത് ഉക്രൈൻ. ഏകദിനത്തിൽ 11,000 റൺസ് സ്വന്തമാക്കിയ 4ാമത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിറോൺമെന്റൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾ ഉള്ളത് കാസർഗോഡ്, ഏറ്റവും കുറവ് വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾ ഉള്ളത് കോട്ടയത്ത്. ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഹരിയാന. ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായവുമായി സാമൂഹ്യനീതി വകുപ്പ് ഉണ്ടാക്കിയ പദ്ധതിയാണ് പ്രതിഭ. തദ്ദേശീയ ഇനം താറാവുകളുടെ പട്ടികയിൽ ഇടം നേടിയ ദേശീയ അംഗീകാരം നേടിയ ഇനമാണ് ത്രിപുരേശ്വരി. ഇന്ത്യയുടെ തോമസ് ആൽവ എഡിസൺ എന്നറിയപ്പെടുന്ന GD നായിഡുവിൻ്റെ ബയോപിക് മുഖ്യവേഷം അവതരിപ്പിക്കുന്നത് R മാധവൻ. ഏകദിനത്തിൽ അതിവേഗം 200 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ താരമാണ് മുഹമ്മദ് ഷമി. പ്രധാനമന്ത്രിയുടെ പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശക്തികാന്ത ദാസ്. ടൂറിസം മേഖലയിൽ മികച്ച ആതിഥേയ മര്യാദകൾ പാലിക്കുന്നവരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം. ഫെബ്രുവരി 22. ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിനുള്ള പുരസ്കാരം നേടിയത് UAE സെൻട്രൽ ബാങ്ക്. ടൈം മാഗസിന്റെ വിമൻ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ ഇന്ത്യക്കാരിയാണ് പൂർണിമ ദേവി. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കലാമണ്ഡലം ചെണ്ടക്കാരനാണ് കലാമണ്ഡലം ബാലസുന്ദരൻ. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി ഇവ 4ഉം സമന്വയിക്കുന്ന നൃത്തരൂപമാണ് യാജ്ഞസേനി. നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ. മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച പുതിയ ക്വാണ്ടം ചിപ്പാണ് മജോറാന. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ആദ്യ സൗജന്യ ബസ് യാത്ര തുടങ്ങിയത് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട്ട് പഞ്ചായത്ത്. ഫെബ്രുവരി 23. പ്രധാനമന്ത്രിയുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനാക്കുന്ന മുൻ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. ചൈനയിൽ വവ്വാലുകളിൽ കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസാണ് HKU5. ഡൽഹി നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി നിയമിതനായത് അരവിന്ദർ സിംഗ് ലൗലി. കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ വേദിയാണ് കൊച്ചി. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ആദ്യത്തെ സൗജന്യ ബസ് യാത്ര ആരംഭിച്ചത് തൃപ്പങ്ങോട്ട് പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിൽ. G20 വിദേശമന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക. ഖനന മേഖലയിലെ പങ്കാളിത്തം കൂട്ടുവാനായി ലിഥിയം പര്യവേഷണത്തിനും വിഭവ വികസനത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യമാണ് അർജന്റീന.
ബംഗാൾ ഗവർണറായ ഡോക്ടർ CV ആനന്ദബോസ് എഴുതി പ്രകാശനം ചെയ്ത 4 മലയാള പുസ്തകങ്ങളാണ് ലേഖന സമാഹാരങ്ങളായ മിത്തും സയൻസും ഒരു പുനർവായന, കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ, കവിതാ സമാഹാരങ്ങളായ പുത്തനാട്ടം, ഞാറ്റുവേല എന്നിവ. ഫെബ്രുവരി 24 സ്റ്റേറ്റ് റവന്യൂ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച കളക്ടർ എറണാകുളം കളക്ടറായ NSK ഉമേഷ്. മികച്ച സബ് കളക്ടർ ഫോർട്ട് കൊച്ചിയിൽ നിന്നും K മീര. തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം 5, 8.6% നിരക്ക്. N പ്രൗഡ്. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായതുമായ മരുന്നുകൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനായി സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഉണ്ടാക്കിയ പദ്ധതി. കേരളത്തിൽ കരമാലിന്യം ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി മാലിന്യത്തിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് നിലവിൽ വന്നത് പാലക്കാട്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായത് ഇന്ത്യ. ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് അതിഷി. പട്ടികവർഗ ജനവിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കുവാനായി ഒരുങ്ങുന്ന പദ്ധതിയാണ് KTIC, കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. N രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ച അഭിനേത്രിയും ആക്ടിവിസ്റ്റുമായ വ്യക്തിയാണ് ഷബാന ആസ്മി. ലളിതകല അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച പ്രമുഖ കലാപ്രവർത്തകരാണ് NN മോഹൻദാസ്, സജിത R ശങ്കർ എന്നിവർ. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ സൈനിക രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഫെബ്രുവരി 25. ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ സമാധി ദിനം. 1970 ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ 6 വിക്കറ്റിന് ജയിക്കുന്നു. ഏകദിന ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന 3ാമത്തെ താരമാണ് വിരാട് കോഹ്ലി. അർബുദകോശങ്ങളുടെ പെരികൽ ജനിതകരഹസ്യം കണ്ടെത്തിയ മലയാളി ഗവേഷകനാണ് ഡോക്ടർ റോബിൻ സെബാസ്റ്റ്യൻ. കാടിറങ്ങുന്ന മൃഗങ്ങളെ തുരത്തുവാൻ കഴിയുന്ന ഡ്രോണായ അസ്ത്ര V1 വികസിപ്പിച്ചത് കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡ്രോൺ എക്സ് ലാബ്. ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന ഓക്സെല്ലോ സംസ്ഥാനതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട. അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന കതിരവൻ സിനിമയിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് സിജു വിൽസൺ. 2025 ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KP ശങ്കരൻ. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ചാലഞ്ചാണ് അമിതവണ്ണം തടയുവാൻ ഭക്ഷ്യ ഉപയോഗം 10% കുറയ്ക്കുക എന്നുള്ളത്. ആരോഗ്യപരമായ ഭക്ഷണശീലം വളർത്തുവാനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മലപ്പുറം ജില്ലയിലെ ഭരണകൂടം. കർഷക ആത്മഹത്യ തടയുക, വിളനാശം, കടബാധ്യത, വരൾച്ച തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയ കർഷകരെ സഹായിക്കുന്നതിനായി രൂപീകരിച്ച സൂചികയാണ് ഫാം ഡിസ്ട്രസ് ഇൻഡെക്സ് അഥവാ കർഷക ദുരിത സൂചിക. സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് പുരസ്കാരത്തിൽ മികച്ച നടിയായി ഡെമി മോർ സബ്സ്റ്റൻസിൽ നിന്നും, മികച്ച നടൻ തിമോത്തി ഷാലമെ എ കംപ്ലീറ്റ് അൺനോണിൽ നിന്നും, മികച്ച ചിത്രം കോൺക്ലേവ്. രാജ്യത്താദ്യമായി കടൽ മണൽ ഖനനം തുടങ്ങിയത് കൊല്ലത്ത് തങ്കശ്ശേരിക്ക് സമീപം. ഫെബ്രുവരി 26 തെളിവ് നിയമപ്രകാരം കുട്ടിയാണെങ്കിലും സാക്ഷിമൊഴിക്ക് സാധ്യതയുണ്ടെന്ന് നിരീക്ഷിച്ച കോടതിയാണ് സുപ്രീം കോടതി. P ജയചന്ദ്രന്റെ ആത്മകഥ ഏകാന്ത പതികൻ ഞാൻ. ഓഹോയുടെ അടുത്ത ഗവർണറായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഇന്ത്യൻ വംശജനാണ് വിവേക് രാമസ്വാമി. ക്ഷീരപഥത്തിന്റെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തമോഗർത്തമാണ് സജിറ്റേറിയസ് A സ്റ്റാർ. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ബിഗ് ബാങ് സ്ഫോടനത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയുവാൻ നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ ടെലസ്കോപ്പാണ് സ്ഫിയറെക്സ്. 100ാമത് ഫസ്റ്റ് ക്ലാസ് മത്സരം കളിക്കുന്ന കേരള ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് സച്ചിൻ ബേബി. ചന്ദ്രോപരിതലത്തിലെ ജലത്തിന്റെ രൂപം, സമൃദ്ധി, സ്ഥാനം എന്നിവ ഭൂമിശാസ്ത്രവുമായി എങ്ങനെ നിർണ്ണയിക്കാനുള്ള പുതിയ പേടകമാണ് ലൂണാർ ട്രെയിൽ ബ്ലേസർ. ഇന്ത്യക്ക് പുറത്തു നിർമ്മിച്ച് ജൂണിൽ കമ്മീഷൻ ചെയ്യുന്ന അവസാന യുദ്ധക്കപ്പലാണ് തമാൽ. ഫെബ്രുവരി 27 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ഫാനു മുസ്താഖിന്റെ പുസ്തകമാണ് ചെറുകഥാ സമാഹാരമായ ഹേർട്ട് ലാമ്പ്. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ രാജ്യാന്തര പ്രശസ്തനായ അമേരിക്കൻ സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തിയാണ് കെൻ സക്കർമാൻ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 8000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ട വിദർഭയുടെ മലയാളി താരമാണ് കരുൺ നായർ.
45 ദിവസത്തെ കുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്തു എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചത് 66.21 കോടി പേരാണ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ഇബ്രാഹിം സദ്രാൻ, അഫ്ഗാനിസ്ഥാൻ. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുവാനുള്ള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ്. 2025 ഫെബ്രുവരിയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് പാവങ്ങളുടെ ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന വെനസ്വലയിലെ വാഴ്ത്തപ്പെട്ട ഗ്വസേപ്പോ ഗ്രിഗേറിയോ ഫെർണാണ്ടസ്, ഇറ്റലിയുടെ വാഴ്ത്തപ്പെട്ട അഭിഭാഷകനായ ബെർത്തലോ ലോങ്ങോ. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. 2025 തീമാണ് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത്. സംസ്ഥാനത്തെ ആദ്യ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയാണ് വയനാട് ബാണാസുര സാഗർ ഡാമിൽ. ഇന്ത്യൻ സന്ദർശനം നടത്തുന്ന യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റാണ് ഉർസുല വോൺ ഡർ ലെയ്ൻ. ചൂരൽമല മുണ്ടകൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിലെത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭമാണ് ബെയ്ലി. കേരള ലോയേഴ്സ് കോൺഗ്രസിന്റെ KM മാണി ലീഗൽ എക്സലൻസ് അവാർഡിന് അർഹനായത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണക്കുറുപ്പ്. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ മേധാവിയായി ചുമതലയേറ്റത് തുഹിൻ കാന്ത പാണ്ഡെ. ഇനി കുട്ടികൾക്കായി പോലീസിന്റെ വിവിധ പദ്ധതികൾ നോക്കാം. ഹോപ്പ് പഠനത്തിൽ പിന്നാക്കമുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ്. DDAD ഓൺലൈൻ ഗെയിം, ഇന്റർനെറ്റ്, അശ്ലീല സൈറ്റുകളുടെ അടിമകളായ കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി. DCRC 6 ഡിജിറ്റൽ അഡിക്ഷൻ DDAD കേന്ദ്രങ്ങളാണ് ഇതുപ്രകാരമുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ കോർപ്പറേഷനുകളിലായി. ചിരി ഹെൽപ്പ് ലൈൻ വീടുകളിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്ക് ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെന്റർ വഴി ആവശ്യമായ മാനസിക പിന്തുണ നൽകുന്നു. കുട്ടികളുടെ എന്തു പ്രശ്നവും വിളിച്ചറിയിക്കുവാനുള്ള നമ്പറാണ് 1098.